നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പന്റെ പിതൃസ്ഥാനീയം ജയിലിലായി. തന്ത്രി കണ്ഠരര് രാജീവരന് വിനയായത് പോറ്റിയുമായുള്ള ബന്ധം. പോറ്റിയെ പരികർമ്മിയാക്കി കൂടെ കൂട്ടി. സ്പോൺസറായി പോറ്റി സന്നിധാനത്ത് വിലസിയിട്ടും കണ്ടില്ലെന്ന് നടിച്ചു. സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകാൻ കൂട്ടുനിന്നു. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് അങ്ങനെ ഉത്തരമായി. അപ്പോൾ മന്ത്രി അറിയാതെ എന്തെങ്കിലും നടക്കുമോ എന്ന ചോദ്യം ബാക്കി. താങ്കളെ കുടിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ശബരിമലയിൽ താന്ത്രികാധികാരമുള്ള താഴമൺ കുടുംബത്തിൽ നിന്ന് ജയിലിലേക്കുള്ള തന്ത്രി കണ്ഠരര് രാജീവരന്റെ യാത്രയാണ് കണ്ടത്. നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും തന്ത്രിയുടെ പങ്കിലേക്ക് അന്വേഷണം തുടർന്നപ്പോൾ അറസ്റ്റ് അനിവാര്യമായി. 2019 മെയ് 18 ശ്രീകോവിലിലെ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികളും ഇളക്കിയെടുത്തപ്പോൾ തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മെയ് 19 പൂജകൾക്ക് തന്ത്രി ശ്രീകോവിൽ നട തുറന്നതാണ്. മിഥുനമാസ പൂജകൾക്ക് അടുത്ത മാസം നട തുറന്നപ്പോൾ ഇതേ സാമഗ്രികൾ തിരികെ എത്തിച്ചിട്ടില്ലെന്നും തന്ത്രിക്ക് അറിയാമായിരുന്നു. തന്ത്രി അറിയാതെയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയതെന്ന വാദമാണ് ഇതോടെ ഇല്ലാതാകുന്നത്. അറിയാതെയാണ് കൊണ്ടുപോയതെങ്കിൽ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത നിലയിൽ കൽത്തൂണുകൾ കണ്ടപ്പോൾ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് തന്ത്രി റിപ്പോർട്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് ഉള്ളത്. സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോഴും തിരികെ സ്ഥാപിച്ചപ്പോഴും മഹസർ തയ്യാറാക്കിയപ്പോഴും തന്ത്രിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. നടക്കട്ടെ, നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയത് അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. അന്വേഷണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാ കാര്യവും. ഞങ്ങൾ ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ല. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത്. കേസ് അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നു. തന്ത്രി വളരെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ആൾ തന്നെയാണ്. എല്ലാം പ്രധാനപ്പെട്ട ചുമതലയുള്ള ആളല്ലേ. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അന്വേഷണം വളരെ ശരിയായ നിലയിൽ നടക്കുന്നു എന്നുള്ളതാണ് പൊതുവെ വന്നിട്ടുള്ള കാര്യം. നീതിപൂർവമായൊരു അന്വേഷണം നടക്കുന്നുണ്ട്, നല്ലതാണ്. ശബരിമലയിലെ ദേവന്റെ സ്വത്തുക്കൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് ആചാര ലംഘനമെന്ന് അറിഞ്ഞിട്ടും മൗനാനുവാദം നൽകി. തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലവ് മാത്രമാണിത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവരർക്കുള്ള ബന്ധം വർഷങ്ങൾ നീളുന്നതാണ്. 2004 മുതൽ 2008 വരെ ശബരിമലയിലെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിരുന്നു പോറ്റി. രാജീവരർ തന്ത്രിയായ കർണാടകത്തിലെ ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയുമായി. തന്ത്രിയും പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ ഘട്ടത്തിലാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അയ്യപ്പൻ്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ലഭ്യമല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പ്രതികരിക്കാൻ നിവർത്തിയില്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും ഇതിനേക്കാൾ വലിയ വമ്പൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അവരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കവർന്നവരാരാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ്
ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമൊന്നുമില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നത്? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ ഒരു സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. ഭരണപരമായ തീരുമാനമെടുത്തവർക്കപ്പുറം തന്ത്രി കൂടി അറസ്റ്റിലായതോടെ അടുത്തതാര് എന്ന ചോദ്യം പ്രസക്തമാണ്. മൗനാനുവാദം, തടയാതിരിക്കൽ, അടുപ്പക്കാരന് സൗകര്യം ചെയ്തു കൊടുക്കൽ, അന്യായമായി ലാഭമുണ്ടാക്കി കൊടുക്കൽ, ഇതെല്ലാം തന്ത്രിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് മന്ത്രിക്കും പങ്കാളിത്തമില്ലാതിരിക്കുന്നത് എങ്ങനെ? ഒന്നിലും ഒപ്പിട്ടിട്ടില്ല, ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ മന്ത്രി അറിയാതെ ശബരിമലയിൽ എന്ത് നടക്കാനാണ്? താഴമൻ മഠത്തിൽ നിന്ന് കടകംപള്ളിയിലേക്കുള്ള ദൂരം കുറയുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പോൾ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. അപ്പോൾ വക്കാലത്താണ്. SIT അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല. അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആരാണോ കുറ്റവാളി, SIT കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അയ്യപ്പൻ്റെ ഒരു കരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയും. ആരെല്ലാനോ പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇതിൽ ബന്ധപ്പെടുത്താവുന്ന തെറ്റുകാർ ആരൊക്കെയുണ്ടോ, ഒരാളെ അറസ്റ്റ് ചെയ്തു തൽക്കാലം കസ്റ്റഡിയിൽ വെച്ച് എന്നുള്ളത് കൊണ്ട് മാത്രം കുറ്റവാളിയാവുന്നില്ല. ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല. അത് ഈ അന്വേഷണ നടപടികളിലൂടെ ഇവിടെ കുറേ പേരെ ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ അന്വേഷണ നടപടികളിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. പുറത്തു വരുന്ന സമയത്ത് എന്താണ് എന്നുള്ളത് അത് സംബന്ധിച്ച് അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ സർക്കാരിന്റെ സമ്മർദ്ദം ഇല്ലെങ്കിൽ കടകംപള്ളിയും PS പ്രശാന്തും ക്യൂവിലാവേണ്ടതാണ്. പ്രതിപക്ഷവും തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് തിരിക്കാൻ താൽപ്പര്യപ്പെടുന്നതും ഇതിനാൽ തന്നെ. ആചാരലംഘനത്തിന് കൂട്ടുനിന്നെന്ന പേരിൽ തന്ത്രി അറസ്റ്റിലാകുന്നത് പല ചോദ്യങ്ങളും ഉയർത്തുന്നു. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നതിലേക്കാണ് BJPയുടെ ആരോപണം. ഈ കുറുവ സംഘം ആണ് പോറ്റീന്റെ പിന്നിലും പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFന്റെ മുതിർന്ന നേതാവായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പോ CPM കോൺഗ്രസ് കുറുവ സംഘം ആണ് ഈ കൊള്ളയിന്റെ പിന്നിൽ. അപ്പോൾ ഇതിന്റെ അന്വേഷണമാണ് നടക്കേണ്ടത്. ശബരിമലയിന്റെ സ്വർണം സംരക്ഷിക്കാനും അതിനെ കൃത്യമായ അതിന്റെ അക്കൗണ്ടബിലിറ്റിയും അത് നോക്കാൻ അതിന്റെ ആരുടെ ഉത്തരവാദിത്വമാണ്? ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിന്റെ അല്ലേ? അപ്പോൾ തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു, തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു? ഇതൊരു ചോദ്യമാണ്, ഒരു വാലിഡ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു അഭിപ്രായം, ശക്തമായ ഒരു അഭിപ്രായം, ആദ്യം മുതൽ ഇവിടെ നടക്കുന്നത് CPM കോൺഗ്രസും അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു എഫർട്ട്. എല്ലാവിധ തെളിവുകളും കടകംപള്ളി സുരേന്ദ്രനും പ്രശാന്തിനുമെതിരെ ഉണ്ടായിട്ടും SIT അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ തന്ത്രിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. തന്ത്രി ക്ഷേത്രത്തിലെ എല്ലാ വസ്തുക്കളുടെയും കസ്റ്റോഡിയൻ അല്ല, അത് ദേവസ്വം ബോർഡാണ്. തന്ത്രി അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിനുള്ള അധികാരം. അവിടെ പൂജ എങ്ങനെ വേണം, അവിടുത്തെ വഴിപാട് കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, സമയം എങ്ങനെയായിരിക്കണം, അതിനപ്പുറത്ത് ദേവസ്വം ഭണ്ഡാരം സൂക്ഷിക്കാനുള്ള ഒരു അധികാരവും തന്ത്രിക്കില്ല. അതിന്റെ മുഴുവൻ കസ്റ്റോഡിയനും ദേവസ്വം ബോർഡ് തന്നെ. ഇതിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട്.
CPM-ന്റെ പല നേതാക്കന്മാരും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ SITക്ക് കഴിയുന്നില്ല? ഈ വക മർമ്മപ്രധാനങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇതേവരെ ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് SITയുടെ അന്വേഷണം കുറച്ചുകൂടി വ്യാപകവും ശക്തവുമാകണം എന്ന് ഭക്തജനങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. എന്തുകൊണ്ടാണ് ഗവൺമെന്റ്, ED, അതുപോലെ CBI തുടങ്ങിയിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ അന്വേഷണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൊണ്ടുവരുന്നതിന് എതിർക്കുന്നത് എന്തിനാണ്? സർക്കാരിന് ഇഷ്ടമല്ല, അതുപോലെ SITക്ക് ഇഷ്ടമല്ല, ദേവസ്വം ബോർഡിനും ഇഷ്ടമല്ല. എന്തുകൊണ്ട് അവരൊക്കെ അനിഷ്ടം കാട്ടുന്നു? അതിലും ദുരൂഹതയുണ്ട്. സർവാധികാരിയായി ഇത്രകാലവും അടക്കി ഭരിച്ചതിന് ശേഷം ഒരു കുഴപ്പം വരുമ്പോൾ ഇതൊന്നും ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടേതാണ് എന്ന് തലയിലിട്ട് രക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ്. അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. ആചാരലംഘനം ഉന്നയിക്കുമ്പോൾ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചതിലെ ആചാരലംഘനവും BJP ആയുധമാക്കുന്നു. തന്ത്രിയുടെ അറസ്റ്റ് അന്വേഷണത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഇല്ലെന്നതിന് ഉദാഹരണമായി ഇടത് കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസും മന്ത്രി കടകംപള്ളിയും മുൻ പ്രസിഡന്റ് PS പ്രശാന്തും എങ്ങനെ ഒഴിവാകുന്നു? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ദിവസങ്ങളാണ് ഇനി. കോടതിയിൽ കൊടുക്കുന്ന ഓരോ റിപ്പോർട്ടും, ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഓരോ പരാമർശവും ആരുടെയൊക്കെ നെഞ്ചിടിപ്പ് കൂട്ടും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോറ്റിയെ കേറ്റിയെ പേടി സ്വപ്നത്തിൽ നിന്ന് സർക്കാരിനും LDFനും രക്ഷപ്പെടൽ നടത്തുക അത്ര എളുപ്പമല്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന ജയത്തോടെ വർദ്ധിത വീര്യത്തിലാണ് UDF. ഫലം പ്രതീക്ഷിച്ചതിനും അപ്പുറം അനുകൂലമായതോടെ നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് UDF കടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ നടത്തിയ കടിപിടിയൊക്കെ തൽക്കാലം മാറ്റിവെച്ച് ഐക്യത്തിന്റെ സന്ദേശം നൽകിയ വയനാട് ക്യാമ്പിലാണ് 100 സീറ്റ് പ്രഖ്യാപനവും വന്നത്. കടക്ക് പുറത്തുനിന്ന് LDF സർക്കാരിനോട് പറഞ്ഞു തുടങ്ങി UDF. 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത് ആ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം UDFന് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിത്തറ കുറെ കൂടി വിപുലമാക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൊണ്ടാണ് 100 സീറ്റിൽ അധികം നേടി നമുക്ക് തിരിച്ചു വരാൻ കഴിയുന്നത്. എല്ലാവരുടെയും മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും നിന്നാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഏറ്റവും ശക്തമായ മറുപടി ഈ വൻ വിജയത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മിഷൻ 100മായി 10 വർഷത്തെ ഇടവേളയ്ക്ക് ഗുഡ് ബൈ പറയാനാണ് UDF. അമിത ആത്മവിശ്വാസമാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന നിസാരമല്ല. ജില്ലാ പഞ്ചായത്തിൽ 7-7 സമനിലയാണെങ്കിലും പിടിച്ച ജില്ലകളിലെ ഭൂരിപക്ഷവും നഷ്ടമായ ജില്ലകളിലെ നേരിയ വ്യത്യാസവും UDF ക്യാമ്പുകളെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. തോറ്റതിന് കാരണമെന്തെന്ന് താത്വികമായി വിലയിരുത്തൽ നടത്തി CPM പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാതെ കുഴങ്ങുമ്പോഴാണ് വയനാട്ടിൽ പാർട്ടി ക്യാമ്പ് നടത്തി UDF ഐക്യ സന്ദേശം നൽകിയത്. സംഘടനാപരമായി പല വീഴ്ചകൾ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം അലയടിച്ചാൽ UDFന് തദ്ദേശ ഫലം ആവർത്തിക്കാൻ കഴിയും. ത്രിപുരയിൽ ചെയ്തത് തന്നെയാണ്, ബംഗാളിൽ ചെയ്തതാണ്, ഇവിടെയും അസ്തമിക്കുകയാണ്. യാതൊരു സംശയമില്ല, അസ്തമിക്കുക. നമുക്ക് മനസ്സിലായിട്ടില്ല ഇത്ര എളുപ്പമാണ് ഈ തിരി അണയാൻ പോകുന്നത് എന്നുള്ളത്. അത് ഈ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ തന്നെ അന്തപ്പെടുന്നത്. അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളും ബൂത്തുകളും ഒക്കെ അല്ലേ മറിഞ്ഞത്. ഇതിലും വലിയ മറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ഭരണത്തിന് ഇനിയും തുടരാൻ ജനങ്ങൾ അനുവദിക്കോ? ഒരു സാധ്യതയില്ല. ഈ ഭണ്ഡാരം എങ്ങനെ എവിടെയെങ്കിലും ഇറക്കി വെക്കുക എന്നല്ലാതെ ജനങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ റിസൾട്ട് ഇവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ന്യൂനപക്ഷ പിന്തുണ നിസാരമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ മുസ്ലിം ന്യൂനപക്ഷം ഒപ്പം നിന്നു. ക്രൈസ്തവ മേഖലയിൽ മിന്നുന്ന വിജയവും. 100 സീറ്റ് സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ അണികളെ ആവേശത്തിലാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. 110 സീറ്റ് LDF പ്രഖ്യാപിച്ചു. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിന്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ
LDF സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ ഫലത്തിന് ശേഷവും തോറ്റിട്ടില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. കിട്ടിയ വോട്ടിന്റെ കണക്കാണ് ന്യായീകരണം. ഭരണവിരുദ്ധ വികാരവും ഏശിയിട്ടില്ലെന്ന് പറഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ ജനവിധി 2 സാഹചര്യത്തിലുള്ളതെന്ന് ക്യാപ്സ്യൂൾ. വെള്ളാപ്പള്ളി നടേശൻ UDFന് ഐശ്വര്യമായെന്ന് പരിഹാസങ്ങൾ വരുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാതെ സംരക്ഷിക്കുന്ന CPM നിലപാടിലും സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രമുണ്ട്. ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഉറപ്പിക്കലാണ് ന്യൂനപക്ഷങ്ങൾ കൈവിടുമ്പോൾ നല്ലതെന്ന ചിന്ത. CPI ആദ്യം വെള്ളാപ്പള്ളിയെ ആക്രമിച്ചെങ്കിലും ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. CPIയെ ചതിയൻ ചന്തുവെന്ന് വിളിച്ചപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിയെ CPM തള്ളിക്കളഞ്ഞുള്ളൂ. ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ ആൾ വർഗീയവാദിയാവുമോ? നിങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റുശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വസ്തുതകൾ നമ്മൾ കാണണം. അദ്ദേഹത്തിൻ്റെ ചില സന്ദർഭങ്ങളിലെ പ്രസ്താവനകൾ അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിൻ്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് സംശയിക്കുന്നതാണ്. പൊരുത്തപ്പെടുന്നതല്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്നതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. മലപ്പുറം പരാമർശത്തിൽ വെള്ളാപ്പള്ളിക്ക് ഒപ്പം തന്നെ CPM. ശബരിമല യാത്രയിൽ കാറിൽ ഒപ്പം കയറ്റിയതിലും വിമർശനങ്ങളെ തള്ളുന്നതിൽ മുഖ്യമന്ത്രി തന്നെ മുന്നിൽ. CPMഉം BJPയും പറയുന്നത് ഒന്ന് തന്നെയെന്ന ആരോപണം കടുപ്പിക്കാൻ UDFന് ഇത് അവസരമാകുന്നുണ്ട്. AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിലും CPM നിലപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രം. ഭരണവിരുദ്ധ വികാരം UDFലും BJPയിലുമായി വിഭജിക്കപ്പെടുമെന്നും പാർട്ടി വോട്ടുകളും ഭൂരിപക്ഷ സമുദായ വോട്ടുകളുമായി ഭരണം നിലനിർത്താനാകുമെന്നുമുള്ള തീക്കളി. ഭരണവിരുദ്ധ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും 100ലേക്കുള്ള ടാർഗറ്റിൽ UDF സാധ്യത. നേമവും വട്ടിയൂർക്കാവും മാത്രമല്ല, മറ്റ് ചില മണ്ഡലങ്ങളും ലക്ഷ്യമിട്ട് BJPയും. കഴക്കൂട്ടവും കാട്ടാക്കടയും മഞ്ചേശ്വരവും കായംകുളവുമൊക്കെ ലക്ഷ്യമിട്ടുള്ള മിഷൻ 2026. കേരള കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും കൗതുകമുയർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയോടെ കേരള കോൺഗ്രസ് മാണി പിന്നോക്കം പോയി. സംഘടനാ സംവിധാനം പോലും ഇല്ലെന്ന് പഴികേട്ട ജോസഫ് വിഭാഗം മുന്നിലെത്തി. ഇനി ജോസ് കെ മാണി UDFിലേക്ക് വരണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ജോസഫ് ഗ്രൂപ്പ്. ഞങ്ങൾ വരുമെന്ന് ആര് പറഞ്ഞുവെന്ന് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് ആയതിനാൽ ഒന്നും പറയാനാകില്ല. വളരുമോ പിളരുമോ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകം. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണമെന്നല്ല ചോദിക്കുന്നു. മുന്നണി അടിത്തറ വികസിപ്പിക്കാന്ന് പറഞ്ഞാൽ പാർട്ടികൾ വരണമെന്നില്ല, അടിത്തറ വികസിപ്പിക്കുക. ആ വിഷയം ഇപ്പം ചർച്ചാ വിഷയമല്ല. എന്തോ ആ വിഷയത്തിൽ ആ ബേസുള്ള അവിടെയുള്ള ഉദാഹരണത്തിന് ഇടുക്കി നിയോജകമണ്ഡലം 9 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ്. അവിടെ എല്ലാം നമ്മൾ ഭൂരിപക്ഷം ആളുകളെല്ലാം വന്നു കഴിഞ്ഞു. അടിത്തറ തകർന്നിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണി ഇല്ലാതെ തന്നെ മധ്യ കേരളത്തിലെ 3 ജില്ലകളും കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട വൻ ഭൂരിപക്ഷത്തിൽ നേടാനായതിന്റെ ആവേശത്തിലാണ് കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ് അണികൾ. അതിനിടെയാണ് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളും ലീഗ് നേതാക്കളും മുന്നണി കൂടുതൽ ശക്തമാക്കണമെന്ന് പറഞ്ഞ് ജോസ് കെ മാണി കൂടി വന്നാൽ നന്നായെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത്. ജോസും കൂട്ടരും പോയത് നന്നായി എന്ന് ആശ്വാസം കൊള്ളുന്ന കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി പ്രാദേശിക നേതാക്കൾക്ക് ഈ ആവശ്യം സഹിക്കാവുന്നതിനും അപ്പുറമാണ്. പിന്നെ വാരിക്കോഴി ഇങ്ങനെയൊക്കെ നമുക്ക് അവകാശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്നിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ് പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും. നമ്മളാരെയും ആക്ഷേപിക്കാനൊന്നുമില്ല. പിന്നെ പറഞ്ഞ ഉത്തരം പറയണുണ്ട്, ഇനിയും പറയാനുണ്ട്. 80-ന് ശേഷം മുനിസിപ്പാലിറ്റി ഫോം ചെയ്തതിന് ശേഷം
ഒരു പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റി ഒരു ചെയർമാനായി ജോസഫ് ഗ്രൂപ്പ് വന്നിട്ടില്ല. പക്ഷേ കേരള കോൺഗ്രസ് 3 പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഈ പറയുന്ന കടുത്തുരുത്തിയിലും പറയുന്നുണ്ടല്ലോ ഇലയുടെ കാര്യത്തിൽ, അവിടെ ഇനി വെള്ളം കോരാൻ ആരും വരണ്ട എന്ന് ഒഴിക്കാമെന്നും പറയും. എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ആ രീതിയാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ വികസന കാര്യത്തിലൊക്കെ ആധുനിക കാര്യത്തിലെല്ലാം പുറകോട്ട് അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. പരുന്തിന് മുകളിൽ ഇരിക്കുന്ന കുരുവിയെപ്പോലെയാണ് UDF ജയത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് ജോസ് കെ മാണി കളിയാക്കിയെങ്കിലും 2 പാർട്ടികളെയും UDFിലെത്തിക്കാൻ നീക്കം സജീവമാണ്. തോൽക്കുമെന്ന് ഉറപ്പായിട്ടും MLA ആകാനും മന്ത്രിയാകാനും ഇങ്ങോട്ട് വരുന്നവരെ സ്വീകരിക്കാൻ ഞങ്ങളില്ലെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് നിലപാട്. ലീഗിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, വെറുതെ സ്വാഗതം ചെയ്താൽ മതി, ഒരു സീറ്റും വിട്ടുകൊടുക്കേണ്ടി വരില്ല. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫിന് അങ്ങനെയല്ല. തോറ്റ് നിൽക്കുന്ന കുറേ ആളുകളെ പിടിച്ച് വീണ്ടും മുന്നണി കൊണ്ടുവന്ന് അവർക്ക് സീറ്റ് കൊടുത്തിട്ട് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്ക് സീറ്റ് നിരാകരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കോൺഗ്രസോ കേരള കോൺഗ്രസോ എഗ്രി ചെയ്യുമെന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അവരുടെ ഒരു സ്വാധീനമുള്ള ഈ മണ്ഡലങ്ങളിൽ അവരില്ലാണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് UDFന് കിട്ടി എന്ന് പറയുമ്പം പിന്നെ അവരെ കൊണ്ടുവരുന്നതിന് ആവശ്യമൊന്നും ആ പറയുന്ന ആളുകൾക്കൊന്നും അവരുടെ മേഖലകളിൽ ഇവർ വന്നു കഴിഞ്ഞാൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ പ്രസ്താവനകളൊക്കെ നമ്മൾ അല്ല ഞാൻ ആരുടെ പേര് പറയുന്നില്ല, അവിടെ ഇവർ വന്നതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷേ കോട്ടയം ജില്ലയിൽ ഇത്രയും നാളും വെള്ളം കോരി വിറക് വെട്ടി നടന്ന ആളുകൾ ഇവരില്ലാണ്ട് തന്നെ ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഉജ്ജ്വലമായിട്ട് വിജയിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ കഴിഞ്ഞ ഒരു 5 വർഷം ഭരണത്തിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അനുഭവിച്ച് അവിടെ നിന്നൊരു കക്ഷി ഇനി അധികാരത്തിന് വേണ്ടി മാത്രം തിരിച്ച് UDFിലേക്ക് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. കാരണം ഞാൻ പറയുന്നതേ അവിടെ നിന്നിട്ട് മാണി സാറിൻ്റെ പാർട്ടി എന്നാ പറയുന്നേ, കർഷകർക്ക് വേണ്ടി ഒരു ചെറു വിരൽ അവരെ അനക്കിയോ. അപ്പോൾ പറയുന്നത് പ്രായോഗികമായ കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രായോഗികത എന്തുകൊണ്ടാണ് UDFിലെ മറ്റു നേതാക്കൾക്ക് മനസ്സിലാകാത്തത്? അല്ല, ലീഗിനെ മാത്രമല്ല, ലീഗ് മാത്രമല്ല കോൺഗ്രസിന്റെ ലീഡർഷിപ്പും സ്വാഗതം ചെയ്യുന്നുണ്ട് ജോസ് കെ മാണി. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവാണ് അവിടെ പ്രതിഫലിക്കുന്നത്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഒക്കെ പറയുന്നതൊക്കെ ഈ മേഖലയിലുള്ള ആളുകളല്ല, അതൊക്കെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം അറിയാവുന്ന ഒരു കോൺഗ്രസ്സുകാരനോ ഒരു കേരള കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ഈ ആവശ്യം ഉന്നയിക്കുകയില്ല. പക്ഷെ എന്നാലും കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ലീഗ് സമ്മർദ്ദം ചെലുത്തിയാൽ ജോസഫ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവർ വരുന്നതുകൊണ്ട് ലീഗിന് ഒരു നഷ്ടമില്ല. കാരണം ലീഗിൻ്റെ സീറ്റ് മുഴുവൻ മലബാറിൽ ഇവിടെയൊക്കെയാണ്. ലീഗിന് എന്താണ്, നമുക്ക് ഭരണം പിടിക്കണം. ലീഗ് പറയുന്ന ഒരു നല്ല കാര്യം തന്നെ, ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്, മാക്സിമം ആളുകളെ UDFിലേക്ക് ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ മധ്യ കേരളത്തിലുള്ള പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പം ഇവിടെ എന്താ പറയുക, വെള്ളം കോരിയും വിറക് വെട്ടി നടന്ന ആളുകൾക്ക് അവർക്ക് ഒരു സീറ്റ് നിഷേധിച്ചുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിട്ട് തോക്കാൻ നിൽക്കുന്ന ചങ്ങനാശ്ശേരി തോറ്റുപോകും, കാഞ്ഞിരപ്പള്ളി തോറ്റുപോകും, പൂഞ്ഞാറ് തോറ്റുപോകും, റാന്നി തോറ്റുപോകും, ഇടുക്കി തോറ്റുപോകും. തോക്കാൻ നിൽക്കുന്ന ആളുകൾ അവർക്ക് ജയിക്കാൻ വേണ്ടി മാത്രം UDFിലേക്ക് വരുന്നതിന് നമ്മുടെ UDFിലെ ആളുകളുടെ സീറ്റ് നിഷേധിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് ഒരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. മാണി വിഭാഗം വിട്ടുപോയതോടെ 10 സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിക്കാൻ കിട്ടിയതാണ്. അവർ തിരിച്ചെത്തിയാൽ കുറച്ചെണ്ണം പോകും. അതിന് പാർട്ടി ഒരുക്കമല്ല. കേരള കോൺഗ്രസ് മാണി ഉണ്ടായിട്ടും മധ്യ കേരളത്തിൽ 2021 ശേഷം ജയിക്കാൻ കഴിയാത്തത് LDFന് സമസ്യയാണ്. എങ്കിലും ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പിന്തുണ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ കൈവിടാൻ LDF തയ്യാറാവില്ല. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടാൽ പോലും ഒന്ന് കൂടുതൽ നൽകാനും തയ്യാറാവും. മുന്നണിയിൽ മുറുമുറുപ്പുണ്ടായാലും മാണി ഗ്രൂപ്പ് കൂടി വന്നാൽ കുറച്ചുകൂടി മിഷൻ 100ലേക്ക് അടുക്കാനാവുമെന്ന വിലയിരുത്തൽ ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. ജോസ് കെ മാണി ഇല്ലാതെ തന്നെ ജയിച്ച കാര്യം ചൂണ്ടിക്കാട്ടി ജോസഫ് വിഭാഗവും മധ്യ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും ഈ നീക്കത്തെ വെട്ടിക്കൊണ്ടിരിക്കും.